ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പം നിങ്ങളുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയിട്രി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, സോ മച്ച് ഹാപ്പിനെസ് ബൈ നവോമി ഷിഹാബ് നായ്. അപ്പം ഇന്ന് അതിനുശേഷമുള്ള പാഠപുസ്തകത്തിലെ മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് വായിക്കാം. ദ പോയിറ്റ് ഫൈൻഡ്സ് ജോയ് ഈവൻ ഇൻ ഓർഡിനറി ഇംപെർഫെക്റ്റ് തിങ്സ് ലൈക്ക് soiled linen and scratched records. List 3 ordinary things from your life that you seldom consider significant but can add beauty to your life. എന്താണ്? അപ്പം നമ്മൾ ആ ഒരു പോയട്രിയിൽ കണ്ടായിരുന്നു, കവിയാണെങ്കിൽ അഴുക്ക് പിടിച്ച തുണികൾ, അതാണ് സോയിൽഡ് ലിനൻ, അതുപോലെ പോറലേറ്റ ഗ്രാമഫോൺ റെക്കോർഡുകളും അതുപോലെയുള്ള സാധനങ്ങൾ, അതായത് സാധാരണയും അപൂർണവുമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കവി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണയായി അത്ര പ്രാധാന്യമല്ലെന്ന് തോന്നുമെങ്കിലും നമ്മൾ ജീവിതത്തിന് സൗന്ദര്യവും സന്തോഷവും പകരുന്ന 3 സാധാരണ വസ്തുക്കളെ പറ്റിയിട്ട് എഴുതുക എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഉത്തരം നോക്കാം. മൈ ഓൾഡ് കോഫി മഗ്, അതായത് എൻ്റെ പഴയ കാപ്പി മഗ്, നമ്മൾ കാപ്പി കുടിക്കുന്ന മഗ് ഉണ്ടല്ലോ. ഇറ്റ് മേ ബി ചിപ്ഡ് ബട്ട് ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് വാം ആൻഡ് പീസ്ഫുൾ മോർണിംഗ്സ്. എന്താണ് പറയുന്നത്? അതിൽ ചെറിയ പൊട്ടലുകളുണ്ടെങ്കിലും അതെനിക്ക് ശാന്തവും ഭയങ്കര ഊഷ്മളവുമായിട്ടുള്ള മോർണിംഗ്സ്, അതായത് പ്രഭാതം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് എഴുതാം. അടുത്തത് എ ഹാൻഡ് റിട്ടൺ നോട്ട്, അതായത് ഒരു കൈ കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ്. ഈവൻ എ സിമ്പിൾ നോട്ട് ഫ്രം എ ഫ്രണ്ട് ക്യാൻ ബ്രിങ് എ ബിഗ് സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സുഹൃത്തിൽ നിന്നുള്ള ചെറിയൊരു കുറിപ്പ് പോലും എൻ്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിയിക്കും. പിന്നെ നമുക്ക് എഴുതാം എ സ്മോൾ സ്റ്റഡി ടേബിൾ, അതായത് എൻ്റെ ചെറിയ പഠനമേശ. ഇറ്റ് ഈസ് നോട്ട് ഫാൻസി, അത് ആഡംബരമുള്ളതല്ല, ബട്ട് ഇറ്റ് ഈസ് വെയർ ഐ ലേൺ, പക്ഷെ ഞാൻ പഠിക്കുകയും ഡ്രീം സ്വപ്നം കാണുകയും ആൻഡ് ഗ്രോ എവ്രി ഡേ, ദിവസവും വളരുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, സ്മോൾ തിങ്സ് മേ ലുക്ക് ഓർഡിനറി ബട്ട് ദേ ക്വൈറ്റ്ലി ആഡ് ഹാപ്പിനെസ് ടു അവർ ലൈഫ്സ്. എന്താണ്? ചെറിയ കാര്യങ്ങൾ സാധാരണമാണെന്ന് തോന്നുമെങ്കിലും അവ നിശബ്ദമായി നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സൗന്ദര്യവും കൊണ്ടുവരുന്നു എന്ന് എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം പൂർണ്ണമാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. The poet says that sadness is a wound to tend and happiness is something that floats. Do you agree? Discuss. അതായത് എന്താണ്? ദുഃഖം ഒരു പരിപാലിക്കേണ്ട മുറിവ്, എ വൂണ്ട് ടു ടെൻഡ്, കണ്ടോ, പരിപാലിക്കേണ്ട ഒരു മുറിവാണെന്നും സന്തോഷം ഒഴുകി നടക്കുന്ന ഒന്നാണ് എന്നും കവി പറയുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യാൻ. അപ്പം അതിൻ്റെ ഉത്തരം ഞാൻ വായിക്കാം. യെസ്, ഐ എഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഞാൻ അതിനോട് യോജിക്കുന്നു. സാഡ്നെസ് ഈസ് ലൈക്ക് എ വൂണ്ട് ബിക്കോസ് ഇറ്റ് ഹേർട്സ് അസ് ഡീപ്ലി. ദുഃഖം ഒരു മുറിവ് പോലെയാണ്, അത് നമ്മെ ആഴത്തിൽ വേദനിപ്പിക്കുന്നു. ആൻഡ് വി നീഡ് ടൈം, കെയർ ആൻഡ് സപ്പോർട്ട് ടു ഹീൽ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് മുക്തരാകാൻ സമയവും പിന്നെന്ത് വേണം, കരുതലും അതുപോലെ മറ്റുള്ളവരുടെ പിന്തുണയും ആവശ്യമാണ്. ഹാപ്പിനെസ് ഓൺ ദി അതർ ഹാൻഡ് ഫ്ലോട്ട്സ്, എന്നാൽ സന്തോഷം ഒഴുകി നടക്കുന്ന ഒന്നാണ്. ഇറ്റ് കംസ് അൺഎക്സ്പെക്റ്റഡ്ലി, സ്റ്റേസ് ഫോർ എ വൈൽ ആൻഡ് ലീവ്സ് വെനെവർ ഇറ്റ് വാണ്ട്സ്. എന്താണ്? അത് അപ്രതീക്ഷിതമായിട്ട് വരുന്നു, കുറച്ചു നേരം നമ്മോടൊപ്പം നിൽക്കുന്നു, പിന്നീട് ഇഷ്ടമുള്ളപ്പോൾ പോവുകയും ചെയ്യുന്നു. വി കനോട്ട് ഹോൾഡ് ഇറ്റ് ഓർ കൺട്രോൾ ഇറ്റ്, നമുക്ക് അതിനെ പിടിച്ചു നിർത്താനോ നിയന്ത്രിക്കാനോ കഴിയില്ല. സോ, ആയതിനാൽ ദ പോയറ്റ്സ് ഐഡിയ ഈസ് ട്രൂ, കവിയുടെ ആശയം ശരിയാണ്. സാഡ്നെസ് നീഡ്സ് അറ്റൻഷൻ ആൻഡ് ഹീലിംഗ്, ദുഃഖത്തിന് എന്ത് വേണം? ശ്രദ്ധയും ശാന്തമായ പരിചരണവും അത്യാവശ്യമാണ്. ബട്ട് ഹാപ്പിനെസ് ഈസ് ലൈറ്റ്, ഫ്രീ ആൻഡ് മൂവ്സ് ഓൺ ഇറ്റ്സ് ഓൺ. എന്നാൽ എങ്ങനെയാ? സന്തോഷം ലളിതവും സ്വതന്ത്രവുമാണ്, അത് സ്വാഭാവികമായിട്ട് എന്താവുന്നു? ഒഴുകിപ്പോകുന്നു. സാഡ്നെസ് മേ സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം ചിലപ്പോൾ നീണ്ടു നിൽക്കാം. ബട്ട് ഹാപ്പിനെസ് ഫ്ലോസ്, പക്ഷേ സന്തോഷം എന്ത് ചെയ്യും? ഒഴുകിക്കൊണ്ടിരിക്കും. ലെറ്റ് us ലേൺ ടു ഹീൽ, നമുക്ക് ദുഃഖത്തെ സുഖപ്പെടുത്താനും ആൻഡ് ബി റെഡി ടു റിസീവ് ജോയ്, സന്തോഷത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനും പഠിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരം പൂർണ്ണമാക്കാവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. You take no credit as the night sky takes no credit for the moon but continues to hold it and share it.
and in that way be known. ഇത് നമ്മളുടെ ആ പോയം അതിനകത്തുള്ള ലൈൻസ് ആണ്. എന്താണ് ആ ലൈൻസിൽ പറയുന്നത്? ചന്ദ്രനുള്ള അംഗീകാരം രാത്രി ആകാശം സ്വന്തമാക്കാൻ ശ്രമിക്കാത്തതുപോലെ അത് ചന്ദ്രനെ താങ്ങി നിർത്തുകയും ലോകവുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. How does the idea conveyed by the above line exhort us to remain hopeful and patient during difficult phases in life? മുകളിലെ വരി ജീവിതത്തിലെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ പ്രത്യാശയോടെയും അതുപോലെ ക്ഷമയോടെയും നിലകൊള്ളാൻ നമ്മെ എങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം വായിക്കാം. It reminds us to be patient. ഈ വരി നമ്മെ ക്ഷമയോടെ ഇരുത്താൻ പ്രേരിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. Just as the night sky waits quietly and lets the moon shine in its own time, we too should believe that good days will come. അതായത് ഈ വരി നമ്മെ ക്ഷമയോടെയും പ്രത്യാശയോടെയും ജീവിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. രാത്രി ആകാശം ശാന്തമായി കാത്തിരുന്ന് ചന്ദ്രന് തൻ്റെ സമയത്ത് പ്രകാശിക്കാൻ അവസരം നൽകുന്ന പോലെ നല്ല ദിവസങ്ങൾ തീർച്ചയായും വരുമെന്ന് നമ്മളും വിശ്വസിക്കണം. അങ്ങനെ വേണം അതിൻ്റെ ആദ്യത്തെ ഒരു ലൈൻ എഴുതാനായിട്ട്. പിന്നെന്താണ്? വി മേ നോട്ട് ഗെറ്റ് ക്രെഡിറ്റ് ഫോർ അവർ ഗുഡ്നെസ്. അതായത് നമ്മുടെ നന്മയ്ക്ക് എല്ലായ്പ്പോഴും അംഗീകാരം ലഭിക്കണമെന്നില്ല അല്ലേ? വെൻ വി ഡു ഗുഡ് ഓർ സ്റ്റേ സ്ട്രോങ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്, അതായത് പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നാം നന്മ ചെയ്യുകയോ അല്ലെങ്കിൽ ധൈര്യത്തോട് മുന്നോട്ട് പോവുകയോ ചെയ്താൽ അതേഴ്സ് മേ നോട്ട് നോട്ടീസ് ഓർ അപ്രീഷിയേറ്റ് ഇറ്റ്. എന്താണ്? മറ്റുള്ളവരത് ശ്രദ്ധിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യണം എന്നില്ല. ദാറ്റ് ഈസ് ഓക്കെ. അതിൽ വിഷമിക്കേണ്ടതില്ല, അത് ഓക്കെയാണ്. ഹോപ്പ് ആൻഡ് ഗുഡ്നെസ് വിൽ ഷൈൻ. പ്രത്യാശയും നന്മയും ഒരു നാൾ പ്രകാശിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ലൈക്ക് ദി മൂൺ ലൈറ്റ്സ് അപ്പ് ദി വേൾഡ്, അവർ പേഷ്യൻസ് ആൻഡ് ഗുഡ്നെസ് വിൽ വൺ ഡേ ബ്രിങ് ലൈറ്റ് ആൻഡ് ഹാപ്പിനെസ് ടു അസ് ആൻഡ് അതേഴ്സ്. അതായത് ചന്ദ്രൻ ലോകത്തിന് വെളിച്ചം നൽകുന്നത് പോലെ നമ്മുടെ ക്ഷമയും നന്മയും ഒരു നാൾ നമുക്കും മറ്റുള്ളവർക്കും സന്തോഷവും പ്രത്യാശയും നൽകും. We will be known in right way. ശരിയായ സമയത്ത് നമ്മളെ ആളുകൾ തിരിച്ചറിയും. എങ്ങനെയാ? ഈവൻ ഇഫ് നോ വൺ അപ്രീഷിയേറ്റ്സ് നൗ. ഇപ്പോൾ ആരും നമ്മുടെ ശ്രമങ്ങളെയോ ഒന്നിനെയും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ, വിലയിരുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ വില മതിച്ചില്ലെങ്കിൽ, അവർ കൈൻഡ്നെസ് ആൻഡ് എഫേർട്സ് വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദി റൈറ്റ് ടൈം ആൻഡ് ബൈ ദി റൈറ്റ് പീപ്പിൾ. അതായത് ശരിയായ സമയത്തും ശരിയായ ആളുകളാലും അവ അംഗീകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. സോ ദ ലൈൻ ടീച്ചസ് us to stay hopeful and patient because every night of darkness is followed by light. അതായത് ഈ വരി നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രത്യാശയും ക്ഷമയും കൈവിടരുത് എന്നാണ്. കാരണം ഓരോ ഇരുണ്ട രാത്രിക്ക് ശേഷവും എന്ത് വരും? വെളിച്ചം വരും. ഇനി ഇതിന്റെ അപ്രീസിയേഷൻ എഴുതാനായിട്ടൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഓരോ പാരഗ്രാഫിലും എന്ത് എഴുതണമെന്നും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ അപ്രീസിയേഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കാം ഈ കവിതയുടെ അപ്രീസിയേഷൻ, അതായത് ആസ്വാദനക്കുറിപ്പ് കവിതയുടെ. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഒരു ആമുഖം കൊടുക്കണം. അതായത് നെയിം ഓഫ് ദി പോയറ്റ് ആൻഡ് ദി പോം. എന്താണ്? ദ പോം ഇസ് സോ മച്ച് ഹാപ്പിനെസ് ബൈ നവോമി ഷിഹാബ് നൈ. ഇനിയും ടൈപ്പ് ഓഫ് പോം, ഏത് തരത്തിലുള്ള കവിതയാണെന്ന് എഴുതണം. ഇറ്റ് ഈസ് എ ഫിലോസഫിക്കൽ ആൻഡ് റിഫ്ലക്റ്റീവ് പോം. അതായത് തത്വചിന്താപരവും ആത്മപരിശോധനാപരവുമായിട്ടുള്ള ഒരു കവിതയാണ് എന്ന് എഴുതണം. പിന്നെ ഇതിന്റെ സെൻട്രൽ തീം, പ്രധാന ആശയം കവിതയുടെ എന്താണ്? ദ പോം എക്സ്പ്ലോർസ് ദി നേച്ചർ ഓഫ് ഹാപ്പിനെസ് ആൻഡ് ടീച്ചസ് us to accept it, share it and remain grateful in all situations. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കവിത സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചാണ്. സന്തോഷത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ സന്തോഷത്തെ സ്വീകരിക്കാനും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനും എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയുള്ളവരായി ജീവിക്കാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. It celebrates the idea that happiness is natural, free flowing and meant to be shared with the world. അപ്പം സന്തോഷം എന്ന് പറയുന്നത് ലോകവുമായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് ഫ്രീ ഫ്ലോയിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സമ്മറി എഴുതണം. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ സമ്മറി എഴുതണം. അതായത് ഈ ഒരു കവിതയുടെ സംഗ്രഹം എഴുതി വെക്കണം. The poem begins by accepting happiness as something difficult to handle. അല്ലേ? കവിത എങ്ങനെയാണ് തുടങ്ങുന്നത്? സന്തോഷം കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്ന ആശയത്തോടു കൂടിയാണല്ലോ കവിത ആരംഭിക്കുന്നത്. ആ വീഡിയോയിൽ കവിതയെ പഠിപ്പിച്ച സമയത്ത് ഞാനത് പറയുന്നുണ്ട്. Unlike sadness, which we can hold and deal with, happiness floats and cannot be controlled or
contained എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പിടിച്ചു നിർത്താനും നേരിടാനും കഴിയുന്ന ദുഃഖത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്തോഷം എന്ത് ചെയ്യാണ്, ഒഴുകി നടക്കുകയാണ്. അതിനെ നമുക്ക് നിയന്ത്രിക്കാനോ പിടിച്ചു വെക്കാനോ കഴിയില്ല. The poet says that happiness comes and goes on its own terms. എങ്ങനെയാണ് കവി പറയുന്നത്, സന്തോഷം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. Even when our surroundings are imperfect or unpleasant, we can still choose to be happy. അതായത് നമ്മുടെ ചുറ്റുപാടുകൾ അപൂർണമോ അല്ലെങ്കിൽ അസുഖകരമോ എങ്ങനെയായാലും സന്തോഷം തിരഞ്ഞെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സന്തോഷം തിരഞ്ഞെടുക്കാൻ പറ്റും അല്ലേ. എവറിത്തിങ് ഇൻ ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ ലൈഫ് ആൻഡ് പൊട്ടൻഷ്യൽ. Even ordinary things can bring joy if we look at life with love, gratitude and hope. അതായത് സ്നേഹത്തോടെയും നന്ദിയോടെയും പ്രത്യാശയോടെയും ജീവിതത്തെ കാണുകയാണെങ്കിൽ സാധാരണ കാര്യങ്ങൾ പോലും നമുക്ക് സന്തോഷം നൽകും അല്ലേ. Finally, happiness is meant to be shared. We should not take credit for it. Instead, like the night sky that holds the moon, we should share happiness silently and let others feel it too. അതായത് അതിൻ്റെ പേരിൽ നാം പ്രശംസ ഏറ്റെടുക്കരുത്. പകരം ചന്ദ്രനെ നിശബ്ദമായി താങ്ങി നിർത്തുന്ന രാത്രി ആകാശം പോലെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും അവർക്കും അത് അനുഭവിക്കാൻ അവസരം നൽകുകയും വേണം. ഇനി അവസാനം നിങ്ങൾക്ക് ഇങ്ങനെ എൻഡ് ചെയ്യാം. അതായത് ഈ ഒരു സമ്മറി, ദ poem moves from the idea that happiness is uncontrollable. എന്താണ്, സന്തോഷത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല, അൺകൺട്രോളബിൾ ആണ്, to the belief that it exists in everything. അതായത് അങ്ങനെയുള്ള ഒരു ആശയത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് അത് ജീവിതത്തിലെ എല്ലാത്തിലും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവിലേക്കും, ആൻഡ് ഫൈനലി ഒടുവിൽ ടു ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഷെയർഡ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതാണെന്ന സന്ദേശത്തിലേക്കുമാണ് ഈ കവിത മുന്നേറുന്നത്. ഇനി നമ്മൾ 3, 4, 5 പാരഗ്രാഫിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. നോക്കിയേ, സ്ട്രക്ചർ, കവിതയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത് ഘടന എങ്ങനെയാണെന്ന് എഴുതണം. അതായത് പൊയറ്റിക് ഡിവൈസസ്, അതായത് കാവ്യ സങ്കേതങ്ങൾ എന്ന് പറയും. എന്തൊക്കെ ഡിവൈസസ് ആണ് ഈ കവിത മനോഹരമാക്കാനായിട്ട് കവി ഉപയോഗിച്ചതെന്ന് നോക്കാം. The poem uses vivid imagery, similes, personification and repetition effectively. Examples: happiness floats, lands on the roof of the next house, singing. അപ്പം നോക്കിയേ, എന്തൊക്കെയാണ് ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്, ദൃശ്യബിംബങ്ങൾ. ഒരു ദൃശ്യം നമ്മളുടെ കണ്ണിൽ കാണാൻ കഴിയുന്നത് പോലെ വിവരിക്കുന്നതിനെയാണ് ദൃശ്യബിംബങ്ങൾ, ഇമേജറി എന്ന് പറയുന്നത്. ഉപമ എന്ന് പറയുന്നത് എന്താണ്, സിമിലി, അതായത് കമ്പാരിസൺ ആണ്, ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്ന് പറയുന്നതാണ് സിമിലി. ആസ് അല്ലെങ്കിൽ ലൈക്ക് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യുന്നതിനാണ് സിമിലി എന്ന് പറയുന്നത്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ, അതായത് മനുഷ്യവൽക്കരണം എന്ന് പറയും. അതായത് ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുള്ള ഒരു ജീവനുള്ള മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനെയാണ് മനുഷ്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കല്ല് ഓടുന്നു എന്നൊക്കെ പറഞ്ഞാൽ കല്ലിന് ജീവനുണ്ടോ, ഇല്ല. അപ്പോൾ കല്ല് ഓടുക എന്ന് പറഞ്ഞാൽ ഓടുന്നത് ആര് ചെയ്യുന്നതാണ്, മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുവിന് ജീവനുള്ള വസ്തുവിൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനെയാണ്. അതുപോലെ തന്നെ റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫലപ്രദമായിട്ടും ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണം, ഹാപ്പിനെസ് ഫ്ലോട്ട്സ്, അതായത് സന്തോഷത്തിന് മനുഷ്യൻ്റെ സ്വഭാവം നൽകുന്നു, കണ്ടോ, ഫ്ലോട്ട് ചെയ്യുന്നു. പിന്നെ ലാൻഡ്സ് ഓൺ ദി റൂഫ് ഓഫ് ദി നെക്സ്റ്റ് ഹൗസ് സിംഗിങ്, അതായത് സന്തോഷത്തെ ജീവനുള്ള ഒരു സത്തായി ചിത്രീകരിക്കുന്ന മനുഷ്യവൽക്കരണവും കണ്ടില്ലേ, അതാണ് ആ ഒരു എക്സാമ്പിളിൽ വരുന്നത്. ഇനി നോക്കിയേ, റിതം ആൻഡ് റൈം ആൻഡ് റിതം, എന്താണ്, പ്രാസവും താളവും. ദ പോം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. അപ്പോൾ ഫ്രീ വേഴ്സിലാണ് കവിത എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ജെന്റിൽ റിതം ആൻഡ് നാച്ചുറൽ ഫ്ലോ റിഫ്ലക്ട് ദി ലൈറ്റ് അൺകൺട്രോളബിൾ നേച്ചർ ഓഫ് ഹാപ്പിനെസ്. അതായത് അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കും മൃദുവായ താളവും സന്തോഷത്തിൻ്റെ ലളിതവും നിയന്ത്രിക്കാനാവാത്തതുമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇനി അടുത്തത് ദൃശ്യഘടനയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് വിഷ്വൽ ലേഔട്ട്. ഷോർട്ട് ലൈൻസ് ആൻഡ് സ്റ്റാൻസസ് ഗിവ് ദി പോം എ ഫ്രീ ഫ്ലോയിങ് സ്ട്രക്ചർ മിററിംഗ് ദ ഫ്ലോട്ടിംഗ് ആൻഡ് ഫ്രീ നേച്ചർ ഓഫ് ഹാപ്പിനെസ്. അതായത് ചെറിയ വരികളും ഖണ്ഡികകളും കവിതയ്ക്ക് സ്വതന്ത്രമായി ഒഴുകുന്ന ഒരു ഘടന നൽകുന്നുണ്ട്. ഇത് സന്തോഷത്തിൻ്റെ സ്വതന്ത്രവും ഒഴുകി നടക്കുന്നതുമായ സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി നമുക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു വിശകലനമാണ്. അതായത് ടോൺ ആൻഡ് മൂഡ്, അതായത് സ്വരവും അല്ലെങ്കിൽ ഭാവം, കവിതയുടെ ഭാവം എങ്ങനെയാണെന്ന് എഴുതണം. ദ ടോൺ ഈസ് ജെന്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ശാന്തമാണ്. കാം, സൗമ്യമാണ്. ആൻഡ് തോട്ട്ഫുൾ, നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്.
ദ മൂഡ് ഈസ് പീസ്ഫുൾ. കവിതയുടെ ഭാവം എങ്ങനെയാണ്? സമാധാനപരമായിട്ടുള്ളതാണ്. അക്സെപ്റ്റിംഗ് ആണ്, അതായത് അംഗീകരണ മനോഭാവമുള്ള കവിതയാണ്. അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക് ആണ്, അതായത് പ്രത്യാശ നിറഞ്ഞ ഒരു കവിതയും കൂടിയാണ്. ഇനി കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജസ്, അതായത് സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാപ്പിനെസ് ഈസ് നാച്ചുറൽ ആൻഡ് ബിയോണ്ട് അവർ കൺട്രോൾ. സന്തോഷം എങ്ങനെയാണ്? സ്വാഭാവികമായ ഒരു അനുഭവമാണ്, അത് നമ്മുടെ നിയന്ത്രണത്തിനും അതീതമാണ്. വി ഷുഡ് അക്സെപ്റ്റ് എവറി സിറ്റുവേഷൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും നന്ദിയോടെ സ്വീകരിക്കണം. ഷെയർ ഹാപ്പിനെസ് സെൽഫ്ലെസ്ലി വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് ക്രെഡിറ്റ്. അതായത് അംഗീകാരം പ്രതീക്ഷിക്കാതെ സന്തോഷം മറ്റുള്ളവരുമായി എങ്ങനെ പങ്കുവെക്കണം? നിസ്വാർത്ഥമായിട്ട് പങ്കുവെക്കണം. ഇനി നമുക്ക് താരതമ്യം ചെയ്യാം. ഏതെങ്കിലും ഒരു കവിതയുമായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കവിതയുമായിട്ട് ഈ കവിതയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. ഒരു കവി എഴുതിയത് വേറൊരു കവി എഴുതിയതുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ അങ്ങനെ ഇതാ. ലൈക്ക് എ സാം ഓഫ് ലൈഫ് ബൈ ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, ദിസ് പോം ടീച്ചേഴ്സ് us to keep a positive outlook in life. അതായത് ഹെൻറി വാഡ്സ്വർത്തിൻ്റെ ഒരു കവിതയാണ് സാം ഓഫ് ലൈഫ്. അപ്പോൾ അതുമായിട്ട് ഈ കവിതയ്ക്ക് ബന്ധമുണ്ട്. അതായത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ജീവിതത്തിൽ കീപ്പ് ചെയ്യാനായിട്ട്. ബട്ട് അൺലൈക്ക് ഡൈഡാക്റ്റിക് പോംസ്, നൈസ് പോം ഇസ് റിഫ്ലക്റ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കവിത എങ്ങനെയാണ്? റിഫ്ലക്റ്റീവും ഫിലോസഫിക്കലുമായിട്ടുള്ള കവിതയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ നിങ്ങൾ ലാസ്റ്റ് എന്തെഴുതണം? ഒരു കൺക്ലൂഷൻ എഴുതണം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് എഴുതി അവസാനിപ്പിക്കണമല്ലോ, ഒരു കൺക്ലൂഡിങ് ലൈൻ, ഒരു ഉപസംഹാരം പോലെ. അപ്പോൾ എന്താണ്? സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റിഫ്ലക്ഷൻ ഓൺ ലൈഫ് ആൻഡ് ഇറ്റ്സ് സിമ്പിൾ ജോയ്സ്. അതായത് ജീവിതത്തെയും അതിലെ ലളിതമായ സന്തോഷങ്ങളെയും മനോഹരമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു കവിതയാണിത്. നവോമി ഷിഹാബ് നായ് റിമൈൻഡ്സ് us that happiness is everywhere, even in the imperfect. imperfect എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർണതകൾക്കിടയിലും സന്തോഷമുണ്ടെന്ന് നമ്മളെ കവി ഓർമ്മിപ്പിക്കുന്നു. The poem inspires us to be grateful. അതായത് ഗ്രേറ്റ്ഫുൾ, നന്ദിയുള്ളവരായിരിക്കാനും, പേഷ്യൻ്റ്, ക്ഷമയുള്ളവരായിരിക്കാനും, കൈൻഡ്, ദയയുള്ളവരായിരിക്കാനും, അതുപോലെ രാത്രിയിൽ ആകാശം ചന്ദ്രനെ താങ്ങി ലോകവുമായി പങ്കുവെക്കുന്നത് പോലെ സന്തോഷം നിശബ്ദമായി മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ഈ കവിത നമ്മളെ പ്രചോദിപ്പിക്കുന്നു. അതായത് the poem inspires us to be grateful, patient and kind and to share happiness quietly, just like the night sky holds and shares the moon. ഇനി ഒരു ചോദ്യമുണ്ട്, അതായത് രണ്ട് പോയട്രി കമ്പയർ ചെയ്യാനായിട്ട്. അതായത് ഹൗ ടു കമ്പയർ ടു പോംസ് എന്നാണ്. അതായത് ഇപ്പോൾ എമിലി ഡിക്കിൻസന്റെ ഒരു കവിത തന്നിട്ടുണ്ട്, ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്. അപ്പോൾ ആ കവിത ഞാനൊന്ന് വായിക്കാം. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്, ഐ ഷാൽ നോട്ട് ലീവ് ഇൻ വെയിൻ. If I can ease one life the aching, or cool one pain, or help one fainting robin unto his nest again, I shall not live in vain. അപ്പം ഇതൊരു കവിതയാണ്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാം. അതിനു മുമ്പ് ഒരു കവിതയെ മറ്റൊരു കവിതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര കാര്യങ്ങളുണ്ട്? 6 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം. When comparing two poems, read both carefully and reflect on the ideas presented in them. അപ്പോൾ രണ്ട് കവിതയും വായിച്ചിട്ട് അതിനകത്തെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. Introduce both poems in the same paragraph. Briefly mention why they can be compared. അപ്പോൾ ഇത് രണ്ടും എന്തുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് രണ്ട് കവിതകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതണം. Then compare how the poets treat the theme. ഇനി രണ്ട് കവിതകളുടെയും തീം, മെയിൻ ആശയം എന്താണെന്ന് എഴുതണം. യൂസ് എക്സ്പ്രഷൻസ് സച്ച് ആസ് വൈൽ, വേറാസ്, ഓൺ ദി അതർ ഹാൻഡ് ആൻഡ് സിമിലർലി ടു ഹൈലൈറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അതായത് കവിതയിൽ സിമിലാരിറ്റീസും ഡിഫറൻസസും കാണുമല്ലോ, അതായത് വ്യത്യാസങ്ങളും, അതായത് ഒരേ ആശയങ്ങളും ഒക്കെ കാണുമല്ലോ. അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം? വൈൽ എന്ന് എഴുതിയാൽ അതേസമയം, വേറാസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നാൽ, ഓൺ ദി അതർ ഹാൻഡ് മറുവശത്ത്, സിമിലർലി എന്ന് പറഞ്ഞാൽ അതുപോലെ, തുടങ്ങിയ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോക്കസ് ഓൺ ഹൗ ദി സെൻട്രൽ ഐഡിയ ഡെവലപ്സ് ഇൻ ഈച്ച് പോം. അതായത് ഓരോ കവിതയിലും എങ്ങനെ സെൻട്രൽ ഐഡിയ, ആശയം വികസിക്കുമെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതാണ്. കമ്പയർ ദി ഫങ്ഷൻ ആൻഡ് ഇഫക്റ്റ് ഓഫ് ദി പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ്. എക്സാമിൻ ദി സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി പോം. അതായത്
രണ്ട് കവിത തമ്മിലുള്ള അതിൻ്റെ പോയറ്റിക് ഡിവൈസസ്, അതായത് കാവ്യ സങ്കേതങ്ങൾ എങ്ങനെയൊക്കെ, അതായത് സിമിലി ഉണ്ടോ, മെറ്റഫർ ഉണ്ടോ, പേഴ്സോണിഫിക്കേഷൻ ഉണ്ടോ, ഇമേജറി ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്യണം. പിന്നെ എക്സ്പ്രസ് യുവർ വ്യൂ ആൻഡ് ദി റീസൺസ് ഫോർ ഇറ്റ്. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റും. കൺക്ലൂഡ് വിത്ത് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കണക്ട്സ് ദി മെയിൻ ഐഡിയാസ് ഓഫ് ബോത്ത് പോംസ്. അതായത് രണ്ട് കവിതയിലെ മെയിൻ ഐഡിയാസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആശയങ്ങളെ ബന്ധിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു വാചകത്തോടെ നിങ്ങൾക്കത് അവസാനിപ്പിക്കാവുന്നതുമാണ്. അപ്പം നമുക്ക് എമിലി ഡിക്കിൻസിൻ്റെ, ഞാൻ ആ കവിത ഇപ്പോൾ ഒന്ന് വായിച്ചായിരുന്നു, ഞാൻ അതിൻ്റെ ഒരു ആശയം മലയാളത്തിലൊന്ന് പറഞ്ഞു തരാം. ഈ കവിതയിൽ മറ്റൊരാളുടെ ദുഃഖം കുറയ്ക്കാനോ ഒരു ജീവനെ സഹായിക്കാനോ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുമെന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്. അതായത് ചെറിയ കരുണാപ്രവർത്തനങ്ങൾ പോലും ജീവിതത്തിന് വലിയ മൂല്യം നൽകുന്നു എന്നുള്ള സന്ദേശമാണ് നമ്മുടെ ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. ഇനി കമ്പാരിസൺ ആണ്. നമ്മുടെ സോ മച്ച് ഹാപ്പിനെസ്, നവോമി ഷിഹാബ് നായി എഴുതിയ സോ മച്ച് ഹാപ്പിനെസ്സും നമ്മുടെ എമിലി ഡിക്കിൻസൺ എഴുതിയ ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്ന കവിതയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്, താരതമ്യം ചെയ്യാൻ പോവാണ്. അപ്പം ഇൻട്രൊഡക്ഷൻ. The first poem is If I Can Stop One Heart From Breaking by Emily Dickinson. എന്താണ് ആദ്യത്തെ കവിത? എമിലി ഡിക്കിൻസൺ രചിച്ച If I Can Stop One Heart From Breaking ആണ്. അങ്ങനെ എഴുതുന്നു. The second poem is So Much Happiness by നവോമി ഷിഹാബ് നൈ. അപ്പോൾ രണ്ടാമത്തെ കവിത നവോമി ഷിഹാബ് നൈ രചിച്ച So Much Happiness ആണ്. Both poems reflect on human emotions and life's experiences. അതായത് ഈ രണ്ട് കവിതകളും മനുഷ്യ വികാരങ്ങളെയും ജീവിത അനുഭവങ്ങളെയും കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നു. While Dickinson focuses on helping others and finding purpose in kindness, Nye explores the nature of happiness and how it flows freely. അതായത് ഡിക്കിൻസൺ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും കരുണയിലൂടെയും ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നൈ സന്തോഷത്തിൻ്റെ സ്വഭാവത്തെയും അത് സ്വതന്ത്രമായി ഒഴുകുന്നു എന്നതിനെയും കുറിച്ചാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി തീം, അതായത് പ്രമേയത്തിൻ്റെ അവതരണമാണ്. ഇനി While Dickinson's poem emphasizes selfless service and the power of compassion to relieve others' pain, Nye's poem, on the other hand, celebrates happiness as something that is free, uncontainable, and found even in ordinary things. അതായത് ഡിക്കിൻസന്റെ കവിത മറ്റുള്ളവരുടെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന നിസ്വാർത്ഥ സേവനത്തിൻ്റെയും കരുണയുടെയും ശക്തിയുടെയും പ്രാധാന്യം നൽകുന്നു. മറുവശത്ത് കണ്ടോ, ഓൺ ദി അതർ ഹാൻഡ് നൈയുടെ കവിത സന്തോഷവും സ്വാതന്ത്ര്യവും പിടിച്ചു നിർത്താനാവാത്തതുമായ ഒന്നാണ്. സന്തോഷം എന്ന് പറയുന്നതാണ് സാധാരണ കാര്യങ്ങളിൽ പോലും അത് കണ്ടെത്താനാകുമെന്നും ആണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? Similarly, both poets encourage a positive outlook. Dickinson through acts of kindness, whereas Nye through acceptance and gratitude. അപ്പോൾ അതുപോലെ രണ്ട് കവികളും ജീവിതത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഡിക്കിൻസൺ ദയയും കരുണയും വഴി അത് പഠിപ്പിക്കുമ്പോൾ നൈ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ജീവിതത്തെ നന്ദിയോടെയും അംഗീകരണത്തോടെയും അല്ലേ സ്വീകരിക്കാനാണ് പ്രചോദിപ്പിക്കുന്നത് എന്ന് എഴുതാം. ഇനിയും സെൻട്രൽ ഐഡിയയുടെ ഒരു ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ നോക്കുക. ഇൻ ഡിക്കിൻസൺസ് poem, the idea develops from a single act of helping one person to a deep sense of purpose. I shall not live in vain. In contrast, Nye's poem moves from the difficulty of holding happiness to the realization that it should be shared freely without seeking credit. അതായത് ഡിക്കിൻസണിൻ്റെ കവിതയിൽ ഒരാളെ സഹായിക്കുന്ന ചെറിയൊരു പ്രവൃത്തിയിൽ നിന്ന് ജീവിതത്തിൽ അർത്ഥം ലഭിക്കുന്നു എന്ന ആശയത്തിലേക്കാണ് കവിത വികസിക്കുന്നത്. അതാണ് ഐ ഷാൽ നോട്ട് ലീവ് ഇൻ വെയിൻ എന്ന വരിയിലൂടെ പ്രകടമാകുന്നത്. അതേസമയം നയ്യുടെ കവിത സന്തോഷത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന ആശയത്തിൽ നിന്ന് ആരംഭിച്ച് അത് അംഗീകാരം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതാണെന്ന തിരിച്ചറിവിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സണൽ വ്യൂ എഴുതണം, അതായത് വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതണം. ബോത്ത് പോംസ് ബ്യൂട്ടിഫുള്ളി ടീച്ച് us to live meaningfully. Dickinson shows that helping even one person can give life purpose, while Nye reminds us to embrace happiness in all forms and share it generously.
ജീവിതത്തെ അർത്ഥപൂർണമായി നയിക്കാൻ ഈ രണ്ട് കവിതകളും മനോഹരമായ സന്ദേശങ്ങളാണ് നൽകുന്നത്. ഡിക്കിൻസൺ ഒരാളെ സഹായിക്കുന്ന ചെറിയൊരു പ്രവൃത്തി പോലും ജീവിതത്തിന് വലിയ ലക്ഷ്യം നൽകുന്നുവെന്ന് പഠിപ്പിക്കുന്നു. നൈ ജീവിതത്തിലെ എല്ലാ രൂപങ്ങളിലും സന്തോഷത്തെ സ്വീകരിക്കാനും അത് ഉദാരമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തത് കൺക്ലൂഷൻ എഴുതണം. അതായത് നമ്മൾ ഉപസംഹരിക്കുക, അതായത് ലാസ്റ്റ് പാരഗ്രാഫാണേ. In essence, both poems inspire us to make life valuable, one through compassion, the other through gratitude and openness to happiness. Together, they remind us that kindness and happiness are the truth that give meaning to our lives. അതായത് ഈ രണ്ട് കവിതകളും നമ്മുടെ ജീവിതത്തെ മൂല്യവത്താക്കാൻ പ്രചോദനം നൽകുന്നു. എമിലി ഡിക്കിൻസൺ കരുണയുടെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുമ്പോൾ നവോമി ഷിഹാബ് നൈ സന്തോഷത്തെ സ്വീകരിക്കാനും അത് നിശബ്ദമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുമാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പം ഇരുവരുടെയും സന്ദേശം ഒരുപോലെയാണ്. ദയയും നന്ദിയും സന്തോഷവും നിറഞ്ഞ ജീവിതമാണ് യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായ ജീവിതം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വേണം രണ്ട് കവിതകൾ തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതാനായിട്ട്. അപ്പം നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് തീം അങ്ങനെ ഹെഡിങ് കൊടുക്കേണ്ട, ഓരോന്നും ഓരോ പാരഗ്രാഫ് വൈസ് തിരിച്ച് എഴുതിയാൽ മാത്രം മതിയാവും. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.